ബലാത്സംഗത്തിനിരയായി നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടിയെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ധർമ്മസ്ഥല ക്ഷേത്രം ട്രസ്റ്റ്. കേസ് SITക്ക് വിട്ടതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമാണ് ട്രസ്റ്റ് വക്താവ് ഹർഷ്വാനന്ദ് ജെയിന്റെ പ്രതികരണം. SIT അന്വേഷണത്തിൽ സത്യം തെളിയുമെന്ന് BJP നേതാവ് BS യെദ്യൂരപ്പ പറഞ്ഞു. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. റഹീസ്, പലതരത്തിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തി വിപുലമായി തന്നെ അന്വേഷണം നടത്തുകയും പലതരത്തിൽ ഇതിലെ യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്നത് അറിയാനൊക്കെയുള്ള മാതാപിതാക്കളുടെ കാത്തിരിപ്പിന്റെ വിവരങ്ങൾ അതെല്ലാം പുറം ലോകത്തെ അറിയിച്ചിരുന്നു. ഏത് തരത്തിലാണിപ്പോൾ SITയോട് ഉള്ള പ്രതികരണം വരുന്നത്? അനുജ, ഈ SIT അന്വേഷണത്തോട് എന്തായാലും ഈ ധർമ്മസ്ഥല ക്ഷേത്രം ട്രസ്റ്റ് ഇപ്പോൾ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഹെഡായിട്ടുള്ള ഹെഗഡെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു അന്വേഷണം അതിൻ്റെ ഒരു അന്വേഷണത്തിന്റെ കാര്യം എന്താണ്, എല്ലാ കേസുകളും അന്വേഷിച്ചിട്ടുള്ളതാണ്, മറിച്ച് ഇവിടെ അത്തരത്തിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ക്ഷേത്രത്തിന് അതിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായ ഘട്ടത്തിൽ ആദ്യ തവണ, അതൊരൊറ്റ തവണ മാത്രമാണ് ക്ഷേത്ര മാനേജ്മെന്റ് അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ ആ ട്രസ്റ്റ് അങ്ങനെ ഒരു പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഒരു SIT രൂപീകരിച്ചതിനു ശേഷം വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഈ കാര്യത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ഇന്നലെ അന്വേഷണത്തെ അനുകൂലിച്ചുകൊണ്ട് ചില BJP നേതാക്കളൊക്കെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക വക്താവ് തന്നെ ഇക്കാര്യത്തിൽ സംസാരിച്ചിരിക്കുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോട്ടെ, ഏത് അന്വേഷണവുമായിട്ടും സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ്, സത്യം അന്വേഷണത്തിൽ തെളിയുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുവരെ ഒരു നിഗമനത്തിലേക്കും എത്തരുത്, അല്ലെങ്കിൽ അതുവരെ ഒരു കൺക്ലൂഷൻസും ഉണ്ടാകരുത് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് അധികം ഇത്തരം കാര്യങ്ങളോടുള്ള ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചതുമില്ല. അപ്പോൾ അതിന് പിന്നാലെ ചില BJP നേതാക്കൾ, യെദ്യൂരപ്പ അടക്കമുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കളും SIT അന്വേഷണത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ യെദ്യൂരപ്പയുടെ മകൻ ഇക്കാര്യത്തിൽ ക്ഷേത്രത്തിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. MP പറയുന്നതനുസരിച്ചാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് തെറ്റുകളൊന്നും വന്നിട്ടില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് ആദ്യം തന്നെ അദ്ദേഹം ഒരു കൺക്ലൂഷനിൽ അങ്ങ് എത്തുകയാണ്. അപ്പോൾ അതിനെതിരെയും ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ അതിനെതിരെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല നേതാക്കൾ ഈ ക്ഷേത്രത്തിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ പല നേതാക്കളും ഇപ്പോഴും തയ്യാറാവില്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം എങ്ങനെ നീങ്ങുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് എല്ലാ നേതാക്കളും ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കർണാടക സ്പീക്കർ UT ഖാദറിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള അപവാദ പ്രചാരണങ്ങൾ നടത്തരുത്, മറിച്ച് അന്വേഷണത്തിൽ എന്താണോ തെളിയുന്നത് അതുമാത്രം അവസാനം മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കണം, അല്ലെങ്കിൽ നൽകണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. SIT സംബന്ധിച്ചുള്ള അവ്യക്തമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം നമ്മളടക്കം നൽകും. അനുജ, ധർമ്മസ്ഥലയിലെ ദുരൂഹത, അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിലെ ദുരൂഹത പുറത്തു വരേണ്ടതുണ്ട്. അതിനായാണ് SIT രൂപീകരിച്ചത്. അതിനുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങളാണ് മുഹമ്മദ് റഹീസ് നൽകിയത്.